ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതി ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ റിഡക്ഷനെ കുറിച്ചും ഹൈഡ്രോളിക്സിനെ കുറിച്ചും ഫേസ് 2 റിയാക്ഷൻസിനെ കുറിച്ചും ഒക്കെയാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബയോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡ്രഗ്സിൽ ഫേസ് 1 മെറ്റബോളിസം ഓക്സിഡേഷനെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബയോ റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്, ഫേസ് 2 റിയാക്ഷൻസ് ഇത്രയുമാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. റിഡക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ഒരു മോളിക്യൂളിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ബയോ റിഡക്ഷന്റെ ഭാഗമായിട്ട് പോളാർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മോളിക്യൂളിൽ പോളാർ ഫങ്ഷണൽ ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ? ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ആ മോളിക്യൂളിലോട്ട് ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുന്നത് വഴി. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ അണ്ടർഗോ ചെയ്ത മോളിക്യൂൾസിന് ഫർദർ മെറ്റബോളിസം നടക്കുന്നത് കോൺജുഗേഷൻ റിയാക്ഷൻസ് വഴിയാണ്. അപ്പോൾ റിഡക്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിഡക്ഷൻ ഓഫ് കാർബോണിൽസ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. കാർബോണിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നത് ആൽഡിഹൈഡ്സും കീറ്റോൺസും ആണ്. റിഡക്ഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, റിഡക്ഷൻ ഓഫ് നൈട്രജൻ കോമ്പൗണ്ട്സ്, മൈസലേനിയസ് റിഡക്റ്റീവ് റിയാക്ഷൻ അകത്ത് റിഡക്റ്റീവ് ഡീഹാലോജനേഷൻ, റിഡക്ഷൻ ഓഫ് സൾഫർ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇപ്പൊ 5 മാർക്കിന് റിഡക്റ്റീവ് റിയാക്ഷനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് 1 മെറ്റബോളിസം റിഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എഴുതണം. ഈ 4 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനനുസരിച്ചുള്ള എക്സാമ്പിൾസും എഴുതണം. റിഡക്ഷൻ ഓഫ് കാർബോണിൽസ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റിഡക്ഷൻ ഓഫ് കാർബോണിൽസ്, അതായത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുമ്പോൾ അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഉണ്ട്, അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനാണ് റിഡക്ഷൻ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുള്ളത്. റിഡക്ഷൻ നടക്കാനുള്ള സാധ്യതയ്ക്ക് അനുസരിച്ച് നമ്മൾ ഈ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ അതിനെ റാങ്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ്. അതിനാണ് എക്സ്റ്റെൻസീവ് ബയോ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. എസ്റ്റേഴ്സ്, ആസിഡ്സ്, അമൈഡ്സ് ഇതെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. അതായത് ഇതെല്ലാം റിഡക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സുമായിട്ട് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. എസ്റ്റേഴ്സ്, ആസിഡ്സ്, അമൈഡ്സ് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് മോർ പ്രോൺ ടു ബയോ റിഡക്ഷൻ, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ബയോ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനാണ്. നോൺ മൈക്രോസോമൽ എൻസൈംസ് ആയിട്ടുള്ള ആൽഡോ കീറ്റോ റിഡക്ടീസ് ആണ് ബയോ റിഡക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കറിയാം അഡിഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഒരു മോളിക്യൂളിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി പോളാർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് റിഡക്ഷൻ, ബയോ റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഓഫ് കാർബോണിൽസ്, അവിടെ നിങ്ങൾ ഓർക്കുക അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഉണ്ട്, അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും വെച്ച് നോക്കുമ്പോൾ റിഡക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലാണ്. എസ്റ്റേഴ്സില്, ആസിഡ്സില്, അമൈഡ്സില് റിഡക്ഷൻ നടക്കുന്നത് വളരെ കുറവാണ്. ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് ഇവ. ആൽഡോകീറ്റോ റിഡക്ടേസ് എന്ന് പറയുന്ന നോൺ മൈക്രോസോമൽ എൻസൈംസ് ആണ് ബയോ റിഡക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അലിഫാറ്റിക് ആൽഡിഹൈഡിന് ഒരു എക്സാമ്പിൾ കാണാം, ക്ലോറാൽ ഹൈഡ്രേറ്റ്. ക്ലോറാൽ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അലിഫാറ്റിക് ആൽഡിഹൈഡിന് എക്സാമ്പിൾ ആണ്. റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു, ട്രൈ ക്ലോറോ എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ക്ലോറാൽ ഹൈഡ്രേറ്റ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് ട്രൈ ക്ലോറോ എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് അലിഫാറ്റിക് കീറ്റോൺസ്. നെക്സ്റ്റ് വരുന്നത് അലിഫാറ്റിക് കീറ്റോൺസ് ആണ്. അലിഫാറ്റിക് കീറ്റോണിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെഥഡോൺ. മെഥഡോൺ ആണ്. മെഥഡോണിന്റെ സ്ട്രക്ചർ നോക്കിക്കോളുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സി ഡബിൾ ബോണ്ട് ഓ കാണാനുണ്ട് അല്ലെ. ഇവിടെ ബയോ റിഡക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോ ഈ ഡബിൾ ബോണ്ട് ഓ എന്നുള്ളത് മാറി അവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ അത് സിംഗിൾ ബോണ്ട് ആയി മാറും അല്ലെ. അപ്പൊ അതിനെന്താ പേര് പറയാ? വേറെ ഒരു മാറ്റവും ഇല്ല. മെത്തഡോൺ എന്നുള്ള കോമ്പൗണ്ട് അതേപോലെ ഉണ്ട്. ഈ സി ഡബിൾ ബോണ്ട് ഓക്ക് മാത്രമാണ് അവിടെ മാറ്റം വരുന്നത്. അവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു, അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ സി സിംഗിൾ ബോണ്ട് ഒ എച്ച് വന്നു. എന്താണ് ആ കോമ്പൗണ്ടിന്റെ പേര്? മെത്തഡോൾ. അലിഫാറ്റിക് കീറ്റോണിന് എക്സാമ്പിൾ ആണ് മെത്തഡോൺ. മെത്തഡോണിൽ ബയോ റിഡക്ഷൻ നടന്നു, അത് മെത്തഡോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് അരോമാറ്റിക് കീറ്റോൺ. അരോമാറ്റിക് കീറ്റോണിന് എക്സാമ്പിൾ ആണ് അസറ്റോഫിനോൺ. അസറ്റോഫിനോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കോളുക. ഇവിടെ ഒരു സി ഡബിൾ ബോണ്ട് ഓ നിങ്ങൾക്ക് കാണാം അല്ലെ. ഇവിടെയാണ് ഹൈഡ്രജൻ വന്ന് ആഡ് ചെയ്യുന്നത്. ഹൈഡ്രജൻ വന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് അത് സി ഒ എച്ച് CH3 ആയി മാറുന്നു.
എന്താണ് അതിന്റെ പേര്? ഒരു ബെൻസീൻ റിങ്, സി സിംഗിൾ ബോണ്ട് OH, CH3, മീഥൈൽ ഫിനൈൽ കാർബിനോൾ. അസറ്റോഫിനോൺ മീഥൈൽ ഫിനൈൽ കാർബിനോൾ ആയി മാറുന്നു. എങ്ങനെ? ബയോറിഡക്ഷൻ നടക്കുന്നത് വഴി, ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നത് വഴി മീഥൈൽ ഫിനൈൽ കാർബിനോൾ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ്. ഈ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതായത് രണ്ട് റിയാക്ഷൻസ്, റിഡക്ഷൻ ഓഫ് ആൽക്കഹോൾ, റിഡക്ഷൻ ഓഫ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്, ഈ രണ്ട് റിയാക്ഷൻസും ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതായത് ഈ ഒരു മോളിക്യൂളിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ആ മോളിക്യൂളിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യുന്നത് വഴി ഈ രണ്ട് റിയാക്ഷൻസും ഇന്റർ കൺവേർട്ടബിൾ ആയിട്ടാണ് നടക്കുക. അത് നമുക്ക് ഈ ഒരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടെ മനസ്സിലാക്കാം. ബെൻസൈക്ലൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ബെൻസൈക്ലനോൾ ആയി മാറുന്നു. ഈ ബെൻസൈക്ലനോളിന്ന് വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ അത് ബെൻസൈക്ലിഡിൻ സൈക്ലോഹെപ്റ്റീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നോക്കുക, ബെൻസൈക്ലൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. വാട്ടർ ആഡ് ചെയ്യുന്നു, അത് ബെൻസൈക്ലനോൾ ആയി മാറുന്നു. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഈ ആൽക്കഹോളിന് വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പൊ ഡബിൾ ബോണ്ട് CH2 ബെൻസീൻ റിങ് അല്ലെ, അതിന്റെ പേരെന്താ? ബെൻസൈക്ലിഡിൻ സൈക്ലോഹെപ്റ്റേൻ. ഇനി ഇതിനകത്തോട്ടേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുക? ബെൻസൈക്ലനോൾ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ വാട്ടർ ആഡ് ചെയ്യുന്നതും വാട്ടർ റിമൂവ് ചെയ്യുന്നതും വഴി ഈ രണ്ട് റിയാക്ഷൻസും പരസ്പരം കൺവേർട്ടബിൾ ആണ്, ഇന്റർ കൺവേർട്ടബിൾ റിയാക്ഷൻസ് ആണ് ഇവ. നെക്സ്റ്റ്, റിഡക്ഷൻ ഓഫ് നൈട്രജൻ കോമ്പൗണ്ട്സ്. നൈട്രജൻ കോമ്പൗണ്ട്സ് അണ്ടർഗോ ബയോ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നൈട്രോ കോമ്പൗണ്ട്സ്, അസോ കോമ്പൗണ്ട്സ്, എൻ ഓക്സൈഡ് കോമ്പൗണ്ട്സ്, ഇവയെല്ലാം ബയോ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടെ നോക്കാം. നൈട്രസെപ്പാം നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. നൈട്രസെപ്പാമിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഇവിടെ നൈട്രസെപ്പാമിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു NO2 ഗ്രൂപ്പ് കാണാനുണ്ട്. ഇവിടെ ബയോ റിഡക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുന്നു, ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഹൈഡ്രജൻ ആറ്റം വരുന്നു അല്ലെ. വേറെ കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇവിടെ ഇല്ല, ബാക്കി എല്ലാം സിമിലർ ആണ്. NO2 മാറി NH2 ആയി. നൈട്രസെപ്പാം 7 അമിനോ മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബയോ റിഡക്ഷൻ വഴി. ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യപ്പെടുന്നു, ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. ഇതാണ് റിഡക്ഷൻ ഓഫ് നൈട്രജൻ കോമ്പൗണ്ട്സ്. ഒരു അമൈൻ കോമ്പൗണ്ട് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ആക്ച്വലി ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇന്റർമീഡിയറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നൈട്രോസോ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോക്സിലമൈൻ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. നൈട്രോ കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ നടക്കുന്നത് വഴി നൈട്രസോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിലമൈൻ ഇന്റർമീഡിയറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഫൈനലി ആണ് നമുക്ക് അമൈൻ പ്രൊഡക്റ്റ് ഈൽഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രസെപ്പാം 7 അമിനോ മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ഇവിടെ നൈട്രസെപ്പാമിലുള്ള NO2 ഗ്രൂപ്പിൽ ഓക്സിജൻ റിമൂവ് ചെയ്യുകയും അവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നൈട്രസെപ്പാം 7 അമിനോ മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്രോണ്ടോസിൽ സൾഫാനിലമൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു റിഡക്ഷൻ പ്രോസസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോണ്ടോസിലിന്റെ സ്ട്രക്ചർ കാണാം. ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ നിങ്ങൾക്ക് N ഡബിൾ ബോണ്ട് N കാണാം. അപ്പൊ ഈ ഒരു N ഡബിൾ ബോണ്ട് N ആണ് ബയോ റിഡക്ഷനിൽ ബ്രേക്ക് ആവുന്നത്. ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നു, രണ്ടിടത്തും ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുന്നു. അപ്പോ പ്രോണ്ടോസിൽ 1,2,4 ട്രൈ അമിനോ ബെൻസീൻ N ഡബിൾ ബോണ്ട് N ബ്രേക്ക് ആവുന്നു. ഇവിടെയും ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. NH2 NH2 ആവും. ഓക്കെ, ഒരു ബെൻസീൻ റിങ്, ഇവിടെ ഒരു NH2, ഇവിടെ ഒരു NH2, ഇവിടെ ഒരു NH2. എന്താണ് അതിന്റെ പേര്? 1,2,4 ട്രൈ അമിനോ ബെൻസീൻ. 1,2,4 ട്രൈ അമിനോ ബെൻസീനും സൾഫാനിലമൈഡുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. റിഡക്ഷൻ ഓഫ് പ്രോണ്ടോസിൽ ടു സൾഫാനിലമൈഡ് എന്ന് പറയുന്നത് ബയോ റിഡക്ഷൻ അണ്ടർഗോയിങ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പ്രോണ്ടോസിൽ 1,2,4 ട്രൈ അമിനോ ബെൻസീൻ ആൻഡ് സൾഫാനിലമൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, മൈസലേനിയസ് റിഡക്റ്റീവ് റിയാക്ഷൻസ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തേത് റിഡക്ഷൻ ഓഫ് സൾഫർ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. സൾഫർ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ
സൾഫർ സിംഗിൾ ബോണ്ട് സൾഫർ ഇവിടെയാണ് ക്ലീവേജ് നടക്കുന്നത്. ഡൈസൾഫറാം ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഡൈസൾഫറാമിന്റെ സ്ട്രക്ചർ നോക്കുക. ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് സൾഫർ സിംഗിൾ ബോണ്ട് സൾഫർ കാണാം. ഇവിടെ ക്ലീവേജ് നടക്കുന്നു. ഹൈഡ്രജൻ ആറ്റം അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടു ദിസ് മോളിക്യൂൾ ഒക്കേഴ്സ്. ഓക്കെ, അപ്പൊ എന്താ ഏത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്? ഡൈസൾഫറാമില് സൾഫർ സിംഗിൾ ബോണ്ട് സൾഫർ ക്ലീവേജ് നടക്കുന്നു. അവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു. ഡൈ ഈഥൈൽ ഡൈ തയോ കാർബമിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഡൈസൾഫിറാം ഡൈ ഈഥൈൽ ഡൈ തയോ കാർബമിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മൈസലേനിയസ് റിഡക്റ്റീവ് റിയാക്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിഡക്റ്റീവ് ഡി ഹാലോജിനേഷൻ ആണ്. റിഡക്റ്റീവ് ഡി ഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലോജൻ ആറ്റം റീപ്ലേസ് ചെയ്യുന്നു. അവിടെ ഹൈഡ്രജൻ ആറ്റം വരുന്നു. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹാലോതെയിൻ എടുക്കാം. ഹാലോതെയിന്റെ സ്ട്രക്ചർ നോക്കിക്കോളൂ. CF3C, ഇവിടെ ഒരു ബ്രോമിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഒരു ഹൈഡ്രജൻ. ഇതാണ് ഹാലോതെയിൻ എന്ന് പറയുന്നത്. ഈ കാർബൺ ഫ്ലൂറിൻ ബോണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെ റിഡക്ഷൻ നടക്കില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രോമിൻ, ക്ലോറിൻ ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് റിഡക്ഷൻ നടക്കുക പറയുമ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഹൈഡ്രജൻ ആറ്റം വരുന്നു. അപ്പൊ CH3. അപ്പൊ എന്താ ഫോം ചെയ്യുന്നത്? CF3CH3. ബ്രോമിൻ പോയി, ക്ലോറിൻ പോയി, പകരം 2 ഹൈഡ്രജൻ വന്നു. അപ്പൊ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ ആണുള്ളത്. അതിനെന്താ പറയാ? CH3 അല്ലെ? അപ്പൊ CF3CH3 ആയിട്ട് അത് മാറണു. ഹാലോതെയിൻ 111 ട്രൈ ഫ്ലൂറോ ഈഥെയിൻ ആയിട്ട് മാറണു. ഇനി ഇവിടെ കൊടുത്തുള്ളത് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് ആണല്ലോ. എങ്ങനെയാണ് 111 ട്രൈഫ്ലൂറോ ഈഥെയിൻ ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറിയിട്ടുള്ളത്? അത് അവിടെ ഓക്സിഡേഷൻ നടന്നിട്ടാണ്. ആദ്യം ഈ ഒരു കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇപ്പൊ സൈറ്റോക്രോം P450ന്റെ പ്രസൻസിൽ, NADPHന്റെ പ്രസൻസിൽ, ഓക്സിജന്റെ പ്രസൻസിലൊക്കെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ CF3CH3 എന്നുള്ളത് ആദ്യം CH2OH ആയിട്ട് മാറും. ഫർദർ ഓക്സിഡേഷൻ നടക്കുമ്പോൾ CF3CHO ആയി മാറും. വീണ്ടും ഓക്സിഡേഷൻ നടക്കുമ്പോൾ അത് CF3COOH ആയിട്ട് മാറും. ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. അപ്പം ആദ്യം ഹാലോതെയിനകത്ത് റിഡക്ഷൻ നടക്കുമ്പോൾ അത് 111 ട്രൈഫ്ലൂറോ ഈഥെയിൻ ആയിട്ട് മാറി. പിന്നീട് അവിടെ ഫർദർ ഓക്സിഡേഷൻസ് നടക്കുന്നതിനനുസരിച്ച് അത് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റിഡക്റ്റീവ് റിയാക്ഷനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻ ആണ്. ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻ ഹൈഡ്രോളിസിസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മളൊരു വലിയ മോളിക്യൂളിനകത്തോട്ടേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് ആ മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ വാട്ടറിനകത്തു നിന്നുള്ള OH എന്നുള്ളത് ഒരു മോളിക്യൂളിലേക്കും ഹൈഡ്രജൻ അയൺ മറ്റൊരു മോളിക്യൂളിലേക്കും പോണു. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോലിസിസ്, ഹൈഡ്രോ മീൻസ് വാട്ടർ, ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്ത ഒരു മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതാണ് ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ് കോമൺലി അണ്ടർഗോ ചെയ്യുന്നത് എസ്റ്റേഴ്സില്, അമൈഡ്സില്, ഈഥേഴ്സിലൊക്കെയാണ്. എസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അമൈഡ്സിലെ ഹൈഡ്രോളിസിസ് സ്ലോ ആയിട്ടാണ് നടക്കുക. എസ്റ്റേഴ്സിന്റെ ഹൈഡ്രോളിസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് എസ്റ്ററേസസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ എസ്റ്ററേസസിന്റെ പ്രസൻസിൽ എസ്റ്റേഴ്സ് ഹൈഡ്രോളൈസ് ചെയ്ത് അത് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അമൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ അമിഡേസസിന്റെ പ്രസൻസിൽ അമൈഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അമൈനും ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ചെറുതായിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കണം. എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആണുള്ളത്. ഓർഗാനിക് ആസിഡ് എസ്റ്റേഴ്സ് ഉണ്ട്, ഇനോർഗാനിക് ആസിഡ് എസ്റ്റേഴ്സ് ഉണ്ട്. ഓർഗാനിക് ആസിഡ് എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എസ്റ്റേഴ്സ് വിത്ത് ലാർജ് ആൻഡ് സ്മോൾ മൊയിറ്റി, പിന്നെ എസ്റ്റേഴ്സ് വിത്ത് ബോത്ത് ലാർജ് അസിഡിക് ആൻഡ് ആൽക്കഹോളിക് ഗ്രൂപ്പ്സ്. എസ്റ്റേഴ്സ് വിത്ത് ലാർജ് ആൻഡ് സ്മോൾ മൊയിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് എസ്റ്റേഴ്സ് വിത്ത് ലാർജ് അസിഡിക് ഗ്രൂപ്പ് ആൻഡ് സ്മോൾ ആൽക്കഹോളിക് ഗ്രൂപ്പ് വരും. അടുത്തത് എസ്റ്റേഴ്സ് വിത്ത് ലാർജ് ആൽക്കഹോളിക് ഗ്രൂപ്പ് ആൻഡ് സ്മോൾ അസിഡിക് ഗ്രൂപ്പ്. അങ്ങനെയാണ് ഓർഗാനിക് ആസിഡ് എസ്റ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനോർഗാനിക് ആസിഡ് എസ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഫോസ്ഫേറ്റ്സ്, സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് മുതലായവയൊക്കെയാണ് വരുന്നത്. അപ്പോ എസ്റ്റേഴ്സ് ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എസ്റ്റേഴ്സ് വിത്ത് ലാർജ് അസിഡിക് ആൻഡ് സ്മോൾ ആൽക്കഹോളിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ക്ലോഫൈബ്രേറ്റ് ആണ്. ക്ലോഫൈബ്രേറ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഈ ക്ലോഫൈബ്രേറ്റില് ഹൈഡ്രോളിസിസ് നടക്കുക എന്ന് പറയുമ്പോൾ
ഈ ഒരു മോളിക്യൂൾ, ഈ ഒരു ക്ലോഫൈബ്രേറ്റ് എന്നുള്ള ഡ്രഗ് ഇതാദ്യം ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നു. COO C2H5 എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ അത് സ്പ്ലിറ്റ് ആവുന്നു. COO ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു. C2H5ന്റെ കൂടെ OH വരുന്നു. അതായത് വാട്ടർ വെച്ചിട്ടാണ് ഹൈഡ്രോളൈസ് ചെയ്യുന്നത്. വാട്ടറിൽ ഹൈഡ്രജനും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആണ് ഉള്ളത്. അപ്പൊ അതിലെ ഹൈഡ്രജൻ ആറ്റം COOHന്റെ അവിടേക്ക് വരുന്നു. C2H5OH എത്തനോൾ. ഫ്രീ ആസിഡ് മെറ്റബോളൈറ്റും എത്തനോളുമാണ് ക്ലോഫൈബ്രേറ്റിന്റെ ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി എസ്റ്റേഴ്സ് വിത്ത് ലാർജ് ആൽക്കഹോളിക് ആൻഡ് സ്മോൾ അസിഡിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ആസ്പിരിൻ ആണ്. ആസ്പിരിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആസ്പിരിനിൽ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ സാലിസിലിക് ആസിഡും മെത്തനോളുമാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, എസ്റ്റേഴ്സ് വിത്ത് ബോത്ത് അസിഡിക് ആൻഡ് ആൽക്കഹോളിക്, ലാർജ് അസിഡിക് ആൻഡ് ആൽക്കഹോളിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സക്സിനാൽ കൊളൈൻ. സക്സിനാൽ കൊളൈനിൽ ഹൈഡ്രോളിസിസ് നടക്കുന്നു. അത് സക്സിനിക് ആസിഡും കൊളൈനുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഗാനിക് ആസിഡ് എസ്റ്റേഴ്സിൽ ഹൈഡ്രോളിസിസ് നടക്കുന്നതിനുള്ള 3 എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അടുത്തത് ഹൈഡ്രോളിസിസ് ഓഫ് അമൈഡ്. അമൈഡ്സിന്റെ ഹൈഡ്രോളിസിസ് എസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അമിഡേസസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഹൈഡ്രോളിസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ കാർബൺ നൈട്രജൻ ക്ലീവേജ് ആണ് നടക്കുന്നത്. അതായത് അമൈഡ്സില്, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊക്കെയിൻ അമൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. പ്രൊക്കെയിൻ അമൈഡിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ കാർബൺ നൈട്രജൻ ബോണ്ട് ഉണ്ടല്ലോ, ഈ കാണുന്ന കാർബൺ നൈട്രജൻ ബോണ്ട് ക്ലീവേജ് നടക്കുന്നു. ഈ കാർബൺ നൈട്രജൻ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ഇവിടെ OH ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജനും ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് പാരാ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡും അമൈനുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പ്രൊക്കെയിൻ അമൈഡ് പാരാ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആൻഡ് അമൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ബെൻസീൻ റിങ്, ഇവിടെ ഒരു NH2, പിന്നെ ഒരു COOH, അതാണ് പാരാ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. ഹൈഡ്രോളിസിസ് ഓഫ് അമൈഡ്സ് എന്ന് പറയുമ്പോൾ CN ബോണ്ട് ക്ലീവേജ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ലിഡോക്കെയിൻ എടുക്കാം. ലിഡോക്കെയിന്റെ സ്ട്രക്ചർ നോക്കിക്കോളാം. ഇവിടെ NH3 ഡബിൾ ബോണ്ടോ, ഈ ഒരു ഇത് കണ്ടോ, NC. അപ്പോൾ ഇവിടുത്തെ CN ബോണ്ട് ആണ് ക്ലീവ് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഇവിടെ ഒരു OH ഗ്രൂപ്പും വരുന്നു. അപ്പം ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു NH2. അപ്പൊ അതിന്റെ പേരെന്താ? 2,6-സൈലിഡിൻ. ലിഡോക്കെയിൻ ഹൈഡ്രോളിസിസ് നടന്നിട്ട് 2,6-സൈലിഡിനും അതുപോലെ NN ഡൈമീഥൈൽ ഗ്ലൈസിനുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ലിഡോക്കെയിൻ ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2,6-സൈലിഡിൻ, NN ഡൈമീഥൈൽ ഗ്ലൈസിൻ മുതലായവയാണ്. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാർബമസെപ്പിൻ. കാർബമസെപ്പിന് ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ CN ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരുന്നു. അപ്പൊ അതെന്തായിട്ടാ കൺവേർട്ട് ചെയ്ത്? ഇമിനോസ്റ്റിൽബീൻ. കാർബമസെപ്പിൻ ഇമിനോസ്റ്റിൽബീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, ഹൈഡ്രോലൈറ്റിക് ക്ലീവേജ് ഓഫ് നോൺ അരോമാറ്റിക് ഹെറ്ററോസൈക്കിൾസ്. നോൺ അരോമാറ്റിക് ഹെറ്ററോസൈക്കിൾസ് കണ്ടെയ്ൻ അമൈഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പെൻസിലിൻ G ആണ്. പെൻസിലിൻ Gയുടെ സ്ട്രക്ചർ ഇവിടെ നോക്കിക്കോളാം. ഇവിടെ നിങ്ങൾക്കൊരു C ഡബിൾ ബോണ്ട് O, അതുപോലെ ഇവിടെ ഒരു N കാണാനുണ്ട്. ഇവിടെയുള്ള CN ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു OH ഗ്രൂപ്പ് വരുന്നു. ഈ നൈട്രജന്റെ അടുത്തൊരു ഹൈഡ്രജൻ ആറ്റവും വരുന്നു. അപ്പൊ എന്താ മാറ്റം വരിക? പെൻസിലിൻ G എന്നുള്ളത് പെൻസിലോയിക് ആസിഡ് മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന CN ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇവിടേക്ക് OH ഗ്രൂപ്പും ഇവിടെ ഹൈഡ്രജൻ ആറ്റവും ആഡ് ചെയ്തു. അപ്പോൾ COOH ആൻഡ് NH. ബാക്കി എല്ലാം സിമിലർ ആണ്. പെൻസിലിൻ G പെൻസിലോയിക് ആസിഡ് മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഹൈഡ്രോളിസിസിന്റെ ഭാഗമായിട്ട്. നെക്സ്റ്റ്, ഫെൻസെക്സിമൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫെൻസെക്സിമൈഡിലും ഈ ഒരു CN ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു OHും ഇവിടെ ഒരു ഹൈഡ്രജൻ NH2 H2 ആണ് ആഡ് ചെയ്യുന്നത്. ഓർക്കുക, ഇവിടെ C ഡബിൾ ബോണ്ട് OH COOH ആയിട്ടാണ് അത് മാറിയത്. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, CN ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു OH ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് COOH ആയി മാറി. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് പോയി, അവിടെ 2 ഹൈഡ്രജൻ H2 ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ NH2 വരും. ഇവിടെ ഡബിൾ ബോണ്ട് O ഉണ്ട്. ഇതിന്റെ പേരെന്താ? ഫിനൈൽ സക്സിനമിക് ആസിഡ്. ഫെൻസക്സിമൈഡ് ഫിനൈൽ സക്സിനമിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു.
നെക്സ്റ്റ് ഹൈഡ്രോലൈറ്റിക് ഡീഹാലുജിനേഷൻ ആണ്. ഹൈഡ്രോലൈറ്റിക് ഡീഹാലുജിനേഷൻ എന്ന് പറയുമ്പോൾ അലിഫാറ്റിക് കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്ലോറിൻ ആറ്റമാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോലൈറ്റിക് ഡീഹാലുജിനേഷൻ എന്ന് പറയുമ്പോൾ HCl, ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ആറ്റവും ഇവിടുന്ന് ഒരു CLഉം പോകുന്നു. HCl പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈക്ലോറോ ഡൈഫിനൽ ട്രൈക്ലോറോ ഈഥേനകത്ത് HCl റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു ക്ലോറിനും പോയി, ബാക്കി ഇവിടെ ഉള്ളത് CCl2 ആണ്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും അല്ലെ. ബാക്കിയെല്ലാം സിമിലർ ആണ്. ക്ലോറിൻ ബെൻസീൻ റിങ്, C ഡബിൾ ബോണ്ട്, CCl2 ബെൻസീൻ റിങ്, ഒരു ക്ലോറിൻ ആറ്റം. അപ്പൊ ഇതിന്റെ പേരെന്താ? ഡൈക്ലോറോ ഡൈഫിനൈൽ ഡൈക്ലോറോ എത്തിലീൻ. DDT DDE ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഹൈഡ്രോലൈറ്റിക് ഡീഹാലോജിനേഷൻ. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ ഡൈക്ലോറോ ഡൈഫിനൈൽ ഡൈക്ലോറോ എത്തിലീൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്.